ഹലോ, അടുത്തതായി പറയാൻ പോകുന്നത് മെൻസ്ട്രുവേഷനെ കുറിച്ചാണ്. എന്താണ് മെൻസ്ട്രുവേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആർത്തവം എന്ന് പറഞ്ഞാൽ? മെൻസ്ട്രുവേഷൻ ഈസ് എ നാച്ചുറൽ പ്രോസസ്, അല്ലേ? ഒരു സ്വാഭാവിക പ്രക്രിയയാണ് എന്ത് ആർത്തവം എന്ന് പറയുന്നത്. മെൻസ്ട്രുവേഷൻ ഈസ് വെരി നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ് ദാറ്റ് ഒക്കേഴ്സ് ആസ് എ പാർട്ട് ഓഫ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഇൻ ഗേൾസ്. അതായത് പെൺകുട്ടികൾ ശാരീരിക വളർച്ചയുടെ ഭാഗമായി ഉണ്ടാകുന്ന വളരെ സ്വാഭാവികമായ ജൈവപ്രക്രിയയാണ് എന്ത് പറയുന്നത്, ആർത്തവം എന്ന് പറയുന്നത്. ഇതാണ് ആർത്തവം എന്ന് പറഞ്ഞാൽ. എന്താ നമ്മുടെ ഗേൾസിൻ്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് പുറത്ത് പോകുന്ന അവസ്ഥയാണ് അല്ലേ ഈ ആർത്തവം എന്ന് പറഞ്ഞാൽ. നമുക്ക് നോക്കാം എന്താണ് ശരിക്കുള്ള ഡെഫിനേഷൻ എന്നൊക്കെ നോക്കാം. ഹെറിഡിറ്റി ഡിപ്പെൻഡിങ് ഓൺ ഡയറ്ററി ഹാബിറ്റ്സ്, ഹെൽത്ത് കണ്ടീഷൻസ് ആൻഡ് ഹോർമോണൽ ചേഞ്ചസ്. മെൻസ്ട്രുവേഷൻ മേ കം ഏർലിയർ ടു ലേറ്റർ. അതായത് ഇത് പറയുന്ന പാരമ്പര്യം, ആഹാരശീലങ്ങൾ, ആരോഗ്യസ്ഥിതി, ഹോർമോൺ വ്യതിയാനം എന്നിവയ്ക്കനുസരിച്ച് എന്ത് ചെയ്യും, ആർത്തവം ഒന്നുകിൽ നേരത്തെ ആവുകയോ അല്ലെങ്കിൽ വൈകുകയോ ചെയ്യും. Sometimes you may experience mild backache, lower abdominal pain and nausea before your period. The length of your menstrual cycle may not be same for everyone. അതായത് ചില ആളുകൾക്ക് നല്ല വയറുവേദനയും ആർത്തവത്തിന് മുന്നോടിയായിട്ട് ചിലപ്പോൾ ചെറിയ നടുവേദനയും അടിവയറ്റിൽ വേദനയും മനംപുരട്ടലും ഒക്കെ അനുഭവപ്പെടാം. ആർത്തവചക്രത്തിൻ്റെ ദൈർഘ്യം എല്ലാവരും ഒരേപോലെയാണ്. ചിലവരിൽ 7 ദിവസമാവാം, ചിലവരിൽ 8, ചിലരിൽ 5, 4, പലരിലും പല വേരിയേഷൻസിലാണ് നടക്കുക. ദ മെൻസ്ട്രൽ സൈക്കിൾ വിച്ച് യൂഷ്വലി ഒക്കേഴ്സ് എവറി 28 days. സാധാരണയായിട്ട് 28 ദിവസത്തിൽ ഒരിക്കൽ ആവർത്തിക്കുന്ന ആർത്തവചക്രമാണ്. മേ ബി ഇറഗുലർ ഫോർ ദിസ് ഫസ്റ്റ് ഇയർ ഓർ 2. ആദ്യത്തെ പീരിയഡ്സായി ആദ്യത്തെ 1-2 വർഷം എന്ത് ചെയ്യും, ഇതിൽ ക്രമം തെറ്റിയൊക്കെ വരും. ഹവർ ഇഫ് ഇറ്റ് കണ്ടിന്യൂസ് ടു ബി ഇറഗുലർ, മെഡിക്കൽ ഹെൽപ്പ് ഷുഡ് ബി ഷോർട്ട്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും അത് ക്രമം തെറ്റിയാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം, മെഡിക്കൽ ഹെൽപ്പ് നേടണം, അതായത് ഹോസ്പിറ്റലിൽ കാണിക്കണം. ഇറ്റ് ഈസ് ആൾസോ ഇമ്പോർട്ടൻറ്റ് ടു ഫോളോ മെൻസ്ട്രൽ ഹൈജീൻ ഹാബിറ്റ്സ്. ആർത്തവകാല ശുചിത്വ ശീലങ്ങൾ പാലിക്കേണ്ടതും എന്താണ് പ്രധാനമാണ്. വൃത്തിയോടുകൂടെ നടക്കുക എന്നാണ് ഇതിൻ്റെയൊക്കെ പ്രാധാന്യം. 45 to 50 ദ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റോപ്സ് അറൗണ്ട് ദ ഏജ് ഓഫ് 45 to 50. അതായത് 45 മുതൽ 50 വയസ്സോടെ ആർത്തവചക്രം നിലക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ അല്ലെങ്കിൽ ഒരു ഗേൾസിൻ്റെ ഒരു ലൈഫ് സൈക്കിളിൻ്റെ ഒരു രീതി. അതായത് ഈ റെഡിൽ കാണിക്കുന്നതാണ് ഫസ്റ്റ് ഡേയ്സ് ടു 5 days പീരീഡ്സിൻ്റെ ഫസ്റ്റ് ഡേയ്സ്. പിന്നീട് ഇതാണ് ഫെർട്ടൈൽ പീരീഡ്, അതായത് 6 to 14 അല്ലെങ്കിൽ 10 to 17 എന്നൊക്കെ പറയും ഫെർട്ടൈൽ പീരീഡ്. ഇതാണ് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഒരു രീതി. ഇതിനെന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക, ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ എന്തൊക്കെയാണ് ഉപയോഗിക്കാറ്? നമുക്കറിയാം, മെൻസ്ട്രൽ കപ്പ്, ഡേയ്സ് മെൻസ്ട്രൽ കപ്പ്, പാഡ്, ടാംപോൺസ് എക്സെട്ര, കോട്ടൺസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ഇനി ഇവിടെ പറയുന്നത് അലോങ് വിത്ത് ഓവുലേഷൻ ഇഫ് ദ ഫെർട്ടിലൈസേഷൻ നോട്ട് ഒക്കർ, അഥവാ നടന്നിട്ടില്ല എങ്കിൽ അലോങ് വിത്ത് ഓവുലേഷൻ ദ പ്രിപ്പറേഷൻസ് ഫോർ ദ ഗ്രോത്ത് ഫോർ ഫീറ്റസ് ടേക്സ് പ്ലേസ് ഇൻ ദ യൂട്രസ് എവറി മന്ത്. അതായത് എല്ലാ മാസവും അണ്ടോൽപാദനത്തോടൊപ്പം ഭ്രൂണ വളർച്ചയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ ഗർഭാശയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്. എൻഡോമെട്രിയം, ദ ഇന്നർ ലെയർ ഓഫ് യൂട്രസ് തിക്കൻഡ് ആൻഡ് മോർ ബ്ലഡ് കാപ്പിലറീസ് ആൻഡ് ഗ്ലാൻഡ് ബിഗിൻ ടു ഡെവലപ്പ്. എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഗർഭാശയത്തിനുള്ളിൽ എൻഡോമെട്രിയം എന്ന ആന്തരപാളിയുടെ കനം കൂടുകയും കൂടുതൽ രക്തരോമികളും ഗ്രന്ഥികളും രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ രൂപപ്പെടുന്നത്? അതായത് ഒരു സൈഗോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിൽ അതിനെ ഒരുക്കുന്നതാണ് ഇതൊക്കെ കേട്ടോ. അതേപോലെ ബട്ട് വെൻ ഫെർട്ടിലൈസേഷൻ ഡസ് നോട്ട് ടേക്സ് പ്ലേസ്, നടന്നിട്ടില്ല എങ്കിൽ ആൾ ദിസ് പ്രിപ്പറേഷൻസ് ബിക്കം ഫ്യൂട്ടൈൽ, അഥവാ ബീജസംയോഗം നടന്നിട്ടില്ലെങ്കിൽ ഈ മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സൈഗോട്ടിന് വേണ്ടി ഒരുക്കി വെച്ച മെത്ത എന്ത് ചെയ്യുന്നുണ്ട്, നശിക്കുന്നുണ്ട്, വെറുതെയാകുന്നു. പുതുതായി രൂപപ്പെട്ട കലകൾ നശിക്കുന്നുണ്ട്. ദ ന്യൂലി ഫോംഡ് ടിഷ്യൂ ഗെറ്റ് ഡിസ്ട്രോയിഡ് ആൻഡ് ദേ പീൽ ഓഫ് ഫ്രം ദ യൂട്ടീരിയൻ വാൾ. നശിക്കുന്നതോടൊപ്പം അടർന്നു മാറുകയും ചെയ്യുന്നുണ്ട്. ഗർഭാശയത്തിൽ നിന്ന് ഈ ഒരു പാളി അടർന്നു മാറുകയും ചെയ്യുന്നുണ്ട്. ദിസ് ടിഷ്യൂ ഗെറ്റ് എലിമിനേറ്റഡ് ത്രൂ ദ വെജൈന അലോങ് വിത്ത് ദ ബ്ലഡ് ആൻഡ് മ്യൂക്കസ്. അതുകൊണ്ട് തന്നെ പീരിയഡ്സിൻ്റെ സമയത്തിന് ആർത്തവ സമയത്ത് എന്തൊക്കെയാണ് പുറത്തു പോകുന്നത്, രക്തത്തോടു കൂടെ ശ്ലേഷ്മത്തോടുമൊപ്പം ഈ കലകൾ എന്ത് ചെയ്യുന്നുണ്ട്, യോനിയിലൂടെ പുറന്തള്ളപ്പെടുന്നുണ്ട്. ദിസ് പ്രോസസ് ഇസ് കോൾഡ് മെൻസ്ട്രുവേഷൻ. ഈ പ്രവർത്തനത്തെ പറയുന്ന പേരാണ് ആർത്തവം എന്ന് പറയുന്നത്. ഇറ്റ് മേ ലാസ്റ്റ് ഫോർ 3 to 7 days. 3 മുതൽ 7 ദിവസം വരെ ഈ ഒരു ഫ്ലോ അല്ലെങ്കിൽ ഈ ഒരു ഒഴുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി അഥവാ ഇഫ് ദ ഫെർട്ടിലൈസേഷൻ ഈസ് ഒക്കർ,
ബീജസംയോഗം നടന്നാൽ എന്താണ്? ദ ഓവം റിലീസ്ഡ് ഫ്രം ദ ഓവറി റീച്ചസ് ദ ഓവിഡക്റ്റ്. അതായത് നമ്മൾ പറഞ്ഞു ഓവറിൽ നിന്നാണ് ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഓവിഡക്റ്റിൽ എത്തിയാൽ അഥവാ ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫെല്ലോപ്പിയൻ ട്യൂബ് അണ്ടവാഹിയിൽ എത്തിയാൽ ദർ ഇറ്റ് ഫ്യൂസസ് വിത്ത് ദ സ്പേം ആൻഡ് ഫോം ദ സൈഗോട്ട്. നമ്മൾ പറഞ്ഞു ഫെല്ലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. ദ ഫെർട്ടിലൈസേഷൻ ഒക്കർ ഇൻ ദ ഫെല്ലോപ്പിയൻ ട്യൂബ് അഥവാ അണ്ടവാഹിയിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസംയോഗം നടക്കുന്നത്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ. ദോ മെനി സ്പേംസ് റീച്ച് ദ ഓവിഡക്റ്റ് ഓൺലി വൺ സ്പേം ഫ്യൂസസ് വിത്ത് ഓവം. നമ്മൾ പറഞ്ഞു സ്പേംസ് എത്ര 10 മില്യൺസ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ 10 ദശലക്ഷക്കണക്കിന് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ. അത് എവിടെ എത്തും? അതിൽ നിന്ന് ഒന്ന് മാത്രമേ നമ്മുടെ ഓവമായിട്ട് ഫ്യൂസ് ചെയ്യുകയുള്ളൂ. അതായത് ഒരുപാട് സ്പേംസ് ഇങ്ങനെ വരുമെങ്കിലും നമ്മുടെ ഓവമായിട്ട് ഒരാൾ മാത്രമേ ഫ്യൂസ് ചെയ്യുകയുള്ളൂ എന്നാണ് പറയുന്നത്. ദ സിംഗിൾ സെൽ സൈഗോട്ട് അണ്ടർഗോ ഡിവിഷൻ ബിക്കം എ മൾട്ടി സെല്ലുലർ എംബ്രിയോ. എന്നിട്ട് അതെന്തായി മാറും? ഫ്യൂസ് ചെയ്തിട്ട് ആദ്യം ഫെർട്ടിലൈസ് ചെയ്തിട്ട് ഒരു സൈഗോട്ടായി മാറും. ദ സിംഗിൾ സെൽ സൈഗോട്ടായിട്ടാണ് ആദ്യം മാറുക. അതായത് ഒറ്റ സെല്ലിലെ സൈഗോട്ടാണ്. പിന്നീട് അതിന് മൾട്ടിപ്ലിക്കേഷന് വിധേയമാവും. അതായത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് വിഭജനത്തിന് വിധേയമാവും. എന്നിട്ട് അത് മൾട്ടി സെല്ലുലർ എംബ്രിയോ ആയിട്ട് മാറും. എംബ്രിയോ എന്ന് പറഞ്ഞാൽ ഭ്രൂണമായിട്ട് മാറും. സിക്താണ്ഡം പിന്നീട് എംബ്രിയോ ആയിട്ട് മാറും അഥവാ ഭ്രൂണമായിട്ട് മാറും. എംബ്രിയോ ഹെൽപ്സ് ടു അറ്റാച്ചിങ് ഇറ്റ് സെൽഫ് ടു ദ എൻഡോമെട്രിയം. ഈ എംബ്രിയോ ആണ് പിന്നീട് എങ്ങോട്ട് പോകുന്നത്? എൻഡോമെട്രിയം അഥവാ നമ്മുടെ ഗർഭാശയം യൂട്രസിലുള്ള ലൈനിങ് ആയിട്ടുള്ള എൻഡോമെട്രിയത്തിലോട്ട് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ദ എംബ്രിയോ മൂവ് ടു എൻഡോമെട്രിയം ഓഫ് ദ യൂട്രസ്. ദ ഇന്നർ ലെയർ ഓഫ് ദ യൂട്രസ് ആണ് എന്ത്? എൻഡോമെട്രിയം എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഹോർമോണുകൾ എന്ന് പറയുന്നത്? അതായത് ഇതിന് സഹായിക്കുന്ന ഹോർമോൺസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹോർമോൺസ് ആർ കെമിക്കൽ സബ്സ്റ്റൻസ് ദാറ്റ് പ്രൊഡ്യൂസസ് ഇൻ ദ എൻഡോക്രൈൻ ഗ്ലാൻഡ് ഓഫ് ദ ബോഡി. അതായത് ശരീരത്തിലെ അന്തസ്രാവി വ്യവസ്ഥകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസവസ്തുക്കളാണ് ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഹോർമോൺസ് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് വേരിയസ് ലൈഫ് പ്രോസസ്. ദെർഫോർ എനി വേരിയേഷൻ ഇൻ ദി സെക്രീഷൻ ഹോർമോൺ അഫക്റ്റ് ലൈഫ് പ്രോസസ് കൺസിഡറബിളി. അതായത് വിവിധ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ഹോർമോണുകളാണ്. അതിനാൽ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ ജീവൽ പ്രവർത്തനങ്ങളുടെ ഗണ്യമായി സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതാണ് ഈ ഓവുലേഷൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അഡ്ഹറിങ് ചെയ്യുന്നത്, അതായത് ആദ്യം എന്തായിട്ടാണ് മാറുക? ആദ്യം ഫെർട്ടിൽ ഓവം പ്ലസ് എഗ്ഗ് കൂടി ചേർന്ന് സൈഗോട്ടായി മാറും. സൈഗോട്ട് പിന്നീട് മോറുല ആയിട്ട് മാറും. മോറുല എന്ന് പറഞ്ഞാൽ പിന്നീട് സെൽ ഡിവിഷൻ ചെയ്തിട്ടാവും. സൈഗോട്ട് ഡിവിഷൻ ചെയ്തിട്ട് മൾട്ടിപ്ലിക്കേഷൻ നടന്നിട്ടാവുന്നതാണ്. പിന്നീട് ബ്ലാസ്റ്റോസിസ്റ്റ് അഥവാ എംബ്രിയോ ആയിട്ട് മാറുന്നുണ്ട്. ഈ എംബ്രിയോ ആണ് എവിടെ അറ്റാച്ച് ചെയ്യുന്നത്? നമ്മുടെ എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യുന്നത്. ഈ എൻഡോമെട്രിയം ഇതിൽ അറ്റാച്ച് ചെയ്ത് പിന്നീടാണ് അവിടുന്ന് വളർച്ച ആരംഭിക്കുന്നത്.